സദക്കയുടെ വണ്ടി കാണാറുണ്ട്. എനിക്കറിഞ്ഞിട്ടില്ല എന്താണ് ഈ സദക്ക എന്ന് പറഞ്ഞത്. ധർമ്മം എന്ന് പേരിട്ടുകൊണ്ട് ആ വാഹനം ഓടിയത് വെള്ളമില്ലാത്തവന്റെ വീട്ടിലേക്കാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇന്ന് ഈ ഭൂമി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമാണ് വെള്ളം കൊടുക്കൽ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രഥമ യുദ്ധമാണല്ലോ ബദർ. ആ ബദർ യുദ്ധത്തില് പിറന്നു വീണ മണ്ണിന്റെ മാറിടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്ത ശുദ്ധവായു പോലും ശ്വസിക്കാനുള്ള ഫ്രീഡം കൊടുക്കാതെ പ്രവാചകരുടെ അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്തു. സാമ്പത്തികമായി തകർക്കപ്പെട്ടു, കച്ചവടം തകർക്കപ്പെട്ടു, പട്ടിണിക്കിടപ്പെട്ടു. പിറന്നു വീണ കഅബയുടെ മുറ്റത്ത് നിന്ന് അത് പിച്ച വെച്ച് വളർന്ന പ്രവാചകർ സ്വന്തം നാട്ടിൽ നിന്ന് വിട പറയുമ്പോ കഅബ നോക്കിയിട്ട് കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് മദീനയിലേക്ക് പോയ പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയും ശത്രുക്കൾ വന്ന് ശല്യം ചെയ്തു. ആലോചിക്കണം, ഇസ്ലാം മാനവികതയുടെ മഹിതമായ മതമായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. ലക്ഷങ്ങളും കോടികളും തുലച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് പലരും പല സംഘടനകളും ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്ര ചാരിറ്റിയാണ്. ഒരു മഹല്ലിൽ ചാരിറ്റി പഠിപ്പിച്ചത് പ്രവാചകരാണ്. പ്രവാചക അനുയായികളാണ് ചാരിറ്റി പഠിപ്പിച്ചത്. സമ്പത്തിന്റെ 2.5% നിർബന്ധമായി കൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മഹിതമായ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, എല്ലാം നശിപ്പിച്ചിട്ട് ശത്രു ബദർ യുദ്ധം ഉണ്ടായ സമയത്ത് തന്റെ നാട്ടുകാരോട്, കുടുംബക്കാരോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് വേദനിച്ച പ്രവാചകർ കൊണ്ടുവന്ന വെള്ളം പോലും മുടക്കപ്പെട്ടു. എന്നിട്ടോ ഈ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ബദറിന്റെ ഭൂമിയിൽ മഴ പെയ്ത് മുസ്ലിങ്ങൾക്ക് വെള്ളം കിട്ടി. അതുവരെ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല. സഹാബാക്കളൊക്കെ വേദനിച്ചു. ശത്രുവിന്റെ കയ്യിൽ വെള്ളമുണ്ട്, പക്ഷെ മഴ പെയ്തിട്ട് ശത്രുവിന്റെ വെള്ളങ്ങളൊക്കെ കലങ്ങി കുടിക്കാൻ വെള്ളമില്ല. പകവെച്ച് വിദ്വേഷം വെച്ച് നടക്കുന്ന ശത്രു പരതി വന്നതാണ് മദീനയുടെ മുറ്റത്തേക്ക്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദറിന്റെ യുദ്ധരണാങ്കണത്തിൽ ഒരു ശത്രു കടന്നു വന്നപ്പോ പുണ്യ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ടായത്, ശത്രുവാണ് ശത്രു. സഹാബി പറഞ്ഞു, ഒരാൾ വന്നിട്ടുണ്ട്. എന്തിനാണ് അയാൾ വന്നത്? അയാൾ വന്നിട്ട് ചോദിക്കുന്നു, വെള്ളം തരുമോ? ആരാ ചോദിക്കുന്നത്? ശത്രുവാണ്. വെള്ളം തരുമോ? യുദ്ധം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ശത്രു വിശന്ന് ദാഹിച്ച് വലഞ്ഞ് പ്രയാസപ്പെട്ട് യുദ്ധമുഖത്ത് എന്തും സംഭവിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് വെള്ളം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നപ്പോ യുദ്ധത്തിനാണോ വന്നതെന്ന് ചോദിച്ചപ്പോ സഹാബി പറഞ്ഞു, അയാൾക്ക് യുദ്ധം ചെയ്യേണ്ട താല്പര്യമൊന്നുമില്ല, അയാൾ വന്നത് വെള്ളത്തിനാണ്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? തന്റെ വീട് നശിപ്പിച്ചവൻ, തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നശിപ്പിച്ചവൻ, പിറന്ന നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാത്തവൻ, അവന് ഗളച്ഛേദം ചെയ്യാൻ ഓർഡർ കൊടുക്കുമായിരുന്നു. പക്ഷെ കാരുണ്യം പഠിപ്പിച്ച പ്രവാചകർ പറഞ്ഞത്, വെള്ളത്തിന് വന്നവന് വെള്ളം കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ശത്രുവിന് വെള്ളം കൊടുത്തുകൊണ്ട് തിരിച്ചയച്ച പുണ്യ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സദക്ക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കുടിവെള്ള പദ്ധതികൾ വലിയ കൂലിയാണ്. അതിന്റെ തുടക്കം കുറിച്ച അഡ്മിന്മാരിൽ ഒരാളായ അസ്ലം വാരിക്കോരി കൂട്ടിയിരിക്കുകയാണ് നന്മകൾ. തന്റെ ഈ ചെറിയ കാലയളവിൽ ഒരുപാട് നന്മകൾ, സ്വർഗീയ ലോകത്തേക്കെത്താനുള്ള നന്മകൾ. വളർന്നു വരുന്ന ജനറേഷന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഇങ്ങനെയാകണം, നിങ്ങളെ ജീവിതം ഇങ്ങനെയാകണമെന്ന വലിയൊരു തന്റെ ജീവിതത്തിലൂടെ വലിയൊരു പഠനം നടത്തിയിട്ട് ഒരു പാഠം നൽകിയിട്ടാണ് അസ്ലം വിട പറഞ്ഞു പോയതെങ്കിൽ, ഓരോ ദിവസവും ഇങ്ങനെ അനുശോചനങ്ങൾ ഇവിടെ നടത്തപ്പെടുമ്പോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അസ്ലമിന്റെ നാമമാണ്. എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ